ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വലിയ വിശേഷമുള്ള വലിയ പ്രത്യേകതയുള്ള ഒരു കഥ നിങ്ങളോട് പറയാം. ദ്രോണാചാര്യരെ എല്ലാവർക്കും അറിയാം അല്ലേ? ദ്രോണാചാര്യർ ഒരിക്കൽ ദ്രുപദൻ്റെ സന്നിധിയിലെത്തിയിട്ട് ദ്രുപദനോട് പറയുകയാണ്, രാജാവേ, ഞാൻ അങ്ങയുടെ പഴയ പ്രിയപ്പെട്ട സുഹൃത്തായ ദ്രോണരാണ്, അങ്ങേക്ക് എന്നെ മനസ്സിലായോ എന്ന് ചോദിക്കുന്നു. പാഞ്ചാല രാജാവായ ദ്രുപദൻ ദ്രോണാചാര്യരുടെ വാക്കുകൾ കേട്ട് ചൊടിച്ചു. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ചുമന്നു, പുരികം വളഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഹേ ബ്രാഹ്മണ, നിങ്ങൾക്ക് ഇനിയും ബുദ്ധി പാകം വന്നിട്ടില്ലല്ലോ. കൊള്ളാം. ഞാൻ നിങ്ങളുടെ സുഹൃത്താണ് എന്ന് പറയുന്നതിൽ താങ്കൾക്ക് ബുദ്ധിമുട്ടൊന്നും കാണില്ല. പക്ഷേ രാജാക്കന്മാർക്ക് ഭിക്ഷക്കാരോട് എന്താണ് സൗഹൃദം? ഏതെങ്കിലും തരത്തിലൊരു ബന്ധമുണ്ടായിരുന്നാൽ തന്നെ കുറച്ചു കഴിയുമ്പോൾ അതെല്ലാം മാറിപ്പോവുകയില്ലേ? പുണ്ണിൽ ഒരു അസ്ത്രം തറച്ചതുപോലെയുള്ള ദ്രുപദരുടെ വാക്കുകൾ കേട്ട് ദ്രോണാചാര്യർ ഞെട്ടി. അദ്ദേഹം ക്രോധാവേശത്താൽ വിറപൂണ്ടു. മനസ്സിൽ എന്തോ ചിലത് നിശ്ചയിച്ചുകൊണ്ട് അദ്ദേഹം കുരുവംശ രാജധാനിയായ ഹസ്തിനാപുരിയിലേക്ക് പുറപ്പെട്ടു. ഹസ്തിനാപുരിയിലെത്തിയ ദ്രോണാചാര്യർ തൻ്റെ സ്വരൂപം വെളിപ്പെടുത്താനാകാതെ കുറച്ചു ദിവസം കൃപാചാര്യരുടെ വീട്ടിൽ താമസിച്ചു. അക്കാലത്ത് ഒരിക്കൽ രാജകുമാരന്മാരോടൊപ്പം യുധിഷ്ഠിരൻ നഗരത്തിന് വെളിയിലുള്ള ഒരു മൈതാനത്ത് പന്ത് കളിക്കാനായിട്ട് പോയി. കളി നടന്നുകൊണ്ടിരിക്കെ അവിടെ അവിചാരിതമായി പന്ത് കിണറ്റിൽ വീണു. പന്ത് പുറത്തെടുക്കാനുള്ള രാജകുമാരന്മാരുടെ ശ്രമം ഫലവത്തായില്ല. പരിശ്രമം പരാജയപ്പെട്ടപ്പോൾ രാജകുമാരന്മാർ അന്യോന്യം മിഴിച്ചു നോക്കി. ആ സമയത്ത് അവിടെ ഒരു ബ്രാഹ്മണൻ പ്രത്യക്ഷപ്പെട്ടു. ആ ബ്രാഹ്മണന് ശരീരമൊക്കെ മെലിഞ്ഞ് ഉണങ്ങി അധികം ഭംഗിയൊന്നുമില്ലാത്ത വസ്ത്രമൊക്കെ ധരിച്ചു നിൽക്കുന്ന ഒരു ബ്രാഹ്മണനായിരുന്നു. മിഴിച്ചു നോക്കി നിൽക്കുന്ന ഈ രാജകുമാരന്മാരെ കണ്ടിട്ട് ഈ ബ്രാഹ്മണൻ പറയുകയാണ്, കഷ്ടം കഷ്ടം, നിങ്ങളുടെ ക്ഷത്രിയ ബലവും അസ്ത്രകൗശലവുമൊക്കെ എവിടെ പോയി? നിങ്ങൾക്ക് കിണറ്റിൽ വീണുപോയ ഒരു പന്ത് എടുക്കാൻ പോലും കഴിയുന്നില്ലല്ലോ. നോക്ക്, ഞാൻ ഇപ്പോൾ തന്നെ നിങ്ങളുടെ പന്ത് എടുത്തു തരാം. നിങ്ങൾ എനിക്ക് ആഹാരത്തിനുള്ള വക തരാമോ എന്ന് ചോദിക്കുന്നു. യുധിഷ്ഠിരൻ പറഞ്ഞു, ബ്രാഹ്മണ, കൃപാചാര്യരുടെ അനുമതി കിട്ടിക്കഴിഞ്ഞാൽ അങ്ങേക്ക് ഭോജനം കിട്ടും. ഈ അവസരത്തിൽ ദ്രോണാചാര്യർ എന്താണ് പറഞ്ഞത്? ഞാൻ അമ്പുകൊണ്ട് നിങ്ങളുടെ പന്ത് എടുത്തു തരാം. എൻ്റെ മോതിരവും ഞാനിതാ കിണറ്റിലിടുകയാണ്. കിണറ്റിലിട്ട ആ മോതിരവും ഞാൻ ഈ അമ്പുകൊണ്ട് തന്നെ എടുക്കും, നിങ്ങൾ കണ്ടുകൊള്ളുക എന്ന് പറഞ്ഞു. ഇത്രയും പറഞ്ഞ് ദ്രോണാചാര്യർ അപ്രകാരം തന്നെ ചെയ്തു. ഇത് കണ്ട രാജകുമാരന്മാർക്ക് വലിയ ആശ്ചര്യമുണ്ടായി. അങ്ങനെ ദ്രോണാചാര്യർ അസ്ത്രവിദ്യയിലൂടെ പന്തിനെയും മോതിരത്തെയും വീണ്ടെടുക്കുന്നത് കണ്ട് ആശ്ചര്യം പൂണ്ട രാജാക്കന്മാർ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു അസ്ത്രവിദ്യ ഞങ്ങൾ ഒരിടത്തും കണ്ടിട്ടില്ല. തിരുവുള്ളത്തിൽ ദയവുണ്ടായി അവിടുന്ന് ആരാണെന്ന് കൽപ്പിക്കണം. ഈ ഉള്ളവർ അവിടുത്തേക്ക് എന്ത് സേവനമാണ് ചെയ്യേണ്ടത് അത് കൽപ്പിക്കണം. ഇതിന് മറുപടിയായി ദ്രോണാചാര്യർ പറഞ്ഞു, ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ഭീഷ്മരോട് പറയുക. അതിൽ നിന്നും ഞാൻ ആരാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞുകൊള്ളും. നഗരത്തിൽ തിരിച്ചെത്തിയ രാജകുമാരന്മാർ ഭീഷ്മ പിതാമഹനോട് ഈ അത്ഭുത സംഭവം പറഞ്ഞു കേൾപ്പിച്ചു. കാര്യങ്ങൾ കേട്ട മാത്രയിൽ മഹാരഥിയായ ദ്രോണാചാര്യർ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്ന കാര്യം ഭീഷ്മർക്ക് ബോധ്യമായി. ഒട്ടും വൈകാതെ ഭീഷ്മർ ദ്രോണാചാര്യരുടെ സമീപം എത്തി വേണ്ടുവിധം തന്നെ ആദരിക്കുകയും ആചരിക്കുകയും ചെയ്തു. അതിനുശേഷം ദ്രോണാചാര്യരോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് താങ്കൾ ഇങ്ങോട്ടേക്ക് വന്നത് എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുന്നു. അപ്പോൾ പറയുകയാണ് ദ്രോണാചാര്യർ, മഹാനായ ഭീഷ്മ, ഞാൻ ബ്രഹ്മചാരിയായി വിദ്യ അഭ്യസിക്കുന്ന കാലത്ത് പാഞ്ചാല രാജൻ്റെ പുത്രനായ ദ്രുപദനും എന്നോടൊപ്പം പഠിക്കുകയായിരുന്നു. അക്കാലത്ത് ഞങ്ങൾ പരസ്പരം മിത്രങ്ങളായിരുന്നു. എന്നെ സന്തോഷിപ്പിച്ചുകൊണ്ട് ദ്രുപദൻ പറഞ്ഞു, ഞാൻ രാജാവായി അഭിഷേകം ചെയ്ത് കഴിയുമ്പോൾ നീ എന്നോടൊപ്പം ഉണ്ടാകണം. ഞാനിതാ സത്യം ചെയ്തു പറയുന്നു, എൻ്റെ രാജ്യവും സമ്പത്തും സൗഖ്യവുമെല്ലാം നിനക്കും അധീനമായിരിക്കും. രാജകുമാരൻ്റെ ആ പ്രതിജ്ഞ ഓർമ്മിക്കവേ ഞാൻ വലിയ ആനന്ദം കൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ ശരദ്വാനൻ്റെ പുത്രി കൃപയുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടു. അവളിൽ എനിക്ക് അശ്വത്ഥാമാവ് എന്ന ഒരു പുത്രനും ഉണ്ടായി. ഒരിക്കൽ
ഒരിക്കൽ ധനികനായ ഒരു ഋഷികുമാരൻ പാല് കുടിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ അശ്വത്ഥാമാവ് പാലിന് വേണ്ടി മുറവിളി കൂട്ടി. പാലിന് വേണ്ടി കുട്ടി കരയുന്നത് കണ്ട് എൻ്റെ കണ്ണിൽ ഇരുട്ട് നിറഞ്ഞുപോയി. ഞാൻ ഏതെങ്കിലും ഒരു പാപത്താനിൽ നിന്നും ഒരു പശുവിനെ വാങ്ങിയാൽ അത് അയാൾക്ക് കെടുതികൾ വരുത്തും. യോഗ്യമായ നിലയിൽ അത് കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് അലഞ്ഞു നടന്നു. എന്നാൽ ഒരു പ്രയോജനവും ഉണ്ടായില്ല. മടങ്ങി വന്ന ഞാൻ കണ്ട കാഴ്ച എനിക്ക് മനോവിഷമം ഉണ്ടാക്കുന്നതായിരുന്നു. അവിടെയുള്ള മറ്റുള്ള കുട്ടികളൊക്കെ അശ്വത്ഥാമാവിനെ കഞ്ഞിവെള്ളം എടുത്ത് കൊടുത്തിട്ട് പാല് കുടിക്കെന്നും പറഞ്ഞ് ഇങ്ങനെ കളിയാക്കുന്നതാണ് ഞാൻ കണ്ടത്. എന്നിട്ട് ഈ കുട്ടികളെല്ലാവരും തുള്ളിച്ചാടുന്നുണ്ടായിരുന്നു. എൻ്റെ കുഞ്ഞ് അത് കണ്ട് ആ കഞ്ഞിവെള്ളം കുടിച്ചിട്ട് പാല് കുടിച്ചേ എന്നും പറഞ്ഞ് തുള്ളിച്ചാടി. ഇത് കണ്ടപ്പോൾ ദരിദ്ര ജീവിതത്തിൽ എനിക്ക് എന്നോട് തന്നെ ഒരു ദുഃഖം തോന്നി. അതുകൊണ്ട് ഞാൻ എന്തു ചെയ്യുന്നു, ദ്രുപദ മഹാരാജാവിനെ കാണാനായിട്ട് പോയി. അവിടെ ചെന്നപ്പോൾ എൻ്റെ ഭാര്യയും പുത്രനെയും കൂട്ടി സന്തോഷപൂർവ്വമാണ് ഞാൻ അങ്ങോട്ടേക്ക് പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ പ്രതിജ്ഞയൊക്കെ മറന്നുപോയിരുന്നു. എന്നിട്ട് എന്നോട് ആക്ഷേപിക്കുന്ന രീതിയിലാണ് സംസാരിച്ചത്. അതെനിക്ക് വലിയ വിഷമമായി. എത്ര ഗർവോടു കൂടിയാണെന്നറിയാമോ എൻ്റെ സുഹൃത്ത് എന്നോട് സംസാരിച്ചത്. അതുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. യോഗ്യരായ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നതിനായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോന്നിട്ടുള്ളത്. എനിക്ക് ചില ഉദ്ദേശങ്ങളൊക്കെ എൻ്റെ മനസ്സിലുണ്ട് എന്ന് പറയുകയാണ്. അങ്ങനെ ഭീഷ്മ പിതാമഹു ചോദിച്ചു, എന്താണ് എന്നിൽ നിന്നും അങ്ങ് ആഗ്രഹിക്കുന്നത്? എങ്ങനെയാണ് ഞാൻ അങ്ങയെ സേവിക്കേണ്ടത് എന്ന് ചോദിക്കുന്നു. എന്നിട്ട് വീണ്ടും ചോദിക്കുന്നു, അങ്ങിപ്പോൾ ആവനാഴിയിൽ നിന്നും അമ്പ് പുറത്തെടുക്കുക, വില്ലും കയ്യിലെടുക്കുക, ഇവിടെ യഥേഷ്ടം വസിച്ച് രാജകുമാരന്മാരെ ധനുർവേദവും അസ്ത്രവിദ്യയും പഠിപ്പിക്കുക. കൗരവന്മാരുടെ ധനവും മറ്റുള്ള വിഭവങ്ങളും ഈ രാജ്യവും അങ്ങയുടേത് തന്നെയാണ്. ഞങ്ങളെല്ലാവരും അങ്ങയെ അനുസരിക്കാനുള്ള സേവകർ മാത്രം. അതുകൊണ്ട് അങ്ങിവിടെ താമസിച്ചോളൂ എന്ന് ആര് പറയുന്നു? ഭീഷ്മൻ ദ്രോണരോട് പറയുന്നു. അങ്ങനെ ആണ് ദ്രോണാചാര്യർ ഈ പാണ്ഡവരെയും കൗരവരെയും ഒക്കെ പഠിപ്പിക്കുന്നത്. അങ്ങനെ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ആചാര്യനായിട്ട് ദ്രോണാചാര്യർ മാറുകയാണ്. പിന്നീട് അങ്ങോട്ടുള്ള കഥകളൊക്കെ നമുക്കറിയാം. അർജുനൻ പ്രിയപ്പെട്ട ശിഷ്യനാകുന്നു, ഏകലവ്യൻ വിരൽ മുറിച്ച് കഥയൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. അതിനുശേഷം ഇവരെല്ലാവരും എന്ത് ചെയ്യുന്നു? പഠിച്ച് മിടുക്കന്മാരാകുന്നു. മിടുക്കന്മാരായതിനു ശേഷം ഇവരുടെ ഒരു ആയുധാഭ്യാസ പ്രകടനമുണ്ടായിരുന്നു. ആയുധാഭ്യാസ പ്രകടനം നടത്തിയതിനു ശേഷം ഏറ്റവും അവസാനം ഗുരുദക്ഷിണയ്ക്ക് വേണ്ടിയിട്ട് ഉള്ള സമയമാണ്. ആ സമയത്ത് രാജകുമാരന്മാരെല്ലാം വന്നിട്ട് ഗുരുവിനോട് ചോദിക്കുകയാണ്, എന്താണ് ആചാര്യ ഞങ്ങൾ ഗുരുദക്ഷിണ നൽകേണ്ടത്? അപ്പോൾ ദ്രോണാചാര്യർ പറയുകയാണ്, നിങ്ങൾ പാഞ്ചാല രാജാവായ ദ്രുപദനെ യുദ്ധത്തിൽ തോൽപ്പിച്ച് എനിക്ക് തടവുകാരനായി ഇവിടെ കൊണ്ടുവരിക. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാൾ വലിയ ഗുരുദക്ഷിണ എനിക്കില്ല. രാജകുമാരന്മാരെല്ലാവരും സന്തോഷപൂർവ്വം ഗുരുദേവൻ്റെ ആജ്ഞ അനുസരിക്കുന്നതിനായി എന്തു ചെയ്യുന്നു? പാഞ്ചാല രാജ്യത്തേക്ക് യാത്രയാകുന്നു. ദുര്യോധനനും കർണനും യുത്സുവും ദുശാസനനുമെല്ലാം ദ്രുപദനെ പിടിക്കുന്ന കാര്യത്തിൽ ഇങ്ങനെ മത്സരിച്ചു. ഈ മത്സരബുദ്ധിയോടുകൂടി അവരെല്ലാവരും ദ്രുപദദേശത്തും പിന്നീട് രാജധാനിയിലും എത്തി. രാജാവായ ദ്രുപദനാകട്ടെ ഞൊടിയിടയിൽ തന്നെ തൻ്റെ സഹോദരന്മാരോടൊപ്പം യുദ്ധത്തിന് തയ്യാറാവുകയും അങ്ങനെ ആ യുദ്ധത്തിൽ കൗരവാദികൾ എന്തു ചെയ്യുന്നു? പിന്മാറേണ്ടി വരുന്നു. അവർക്ക് ദ്രുപദനോട് ഏറ്റുമുട്ടാനായിട്ട് പറ്റുന്നില്ല. ആ സമയത്താണ് അർജുനൻ എന്ത് ചെയ്യുന്നത്? യുദ്ധത്തിന് തയ്യാറായി വരുന്നത്. അങ്ങനെ അർജുനൻ്റെ യുദ്ധ സാമർഥ്യത്തിൽ എന്ത് സംഭവിക്കുന്നു? ദ്രുപദൻ തോൽവി സമ്മതിക്കുന്നു. ഇപ്രകാരം പാണ്ഡവർ ദ്രുപദനെ പിടിച്ചുകെട്ടി ദ്രോണാചാര്യർക്ക് സമർപ്പിക്കുന്നു. അയാളുടെ ഗർവം ഓട്ടുപാത്രത്തിലെ വെള്ളം പോലെയായി. അയാളുടെ ആ ദയനീയ അവസ്ഥ കണ്ടിട്ട് ദ്രോണർ ചോദിച്ചു, ദ്രുപദ, ഞാൻ മനഃപൂർവ്വമായി നിന്റെ ദേശത്തിൽ ഒരു യുദ്ധം അഴിച്ചുവിട്ടതാണ്. ഇന്ന് നിന്റെ ജീവിതം എൻ്റെ കയ്യിലാണ്. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, നമ്മുടെ പഴയ സൗഹൃദം നിലനിർത്താൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? ഒന്ന് ചിരിച്ചുകൊണ്ട് ദ്രോണാചാര്യർ വീണ്ടും പറഞ്ഞു, ദ്രുപദ, നിനക്ക് പ്രാണഭയം വേണ്ട. ബ്രാഹ്മണനായ ഞാൻ ക്ഷമിക്കാനും പൊറുക്കാനും കഴിവുള്ളവനാണ്. കുട്ടിക്കാലത്ത് നാം ഒരുമിച്ച് കളിച്ചു വളർന്നവരല്ലേ? ആ സൗഹൃദം ഇന്നും എനിക്കുണ്ട്. ഹേ രാജാവേ, ഈ സൗഹൃദ ബന്ധം നിലനിന്ന് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പകുതി രാജ്യം നിന്റെ അധീനതയിൽ തന്നെ ഇരിക്കാനുള്ള വരം ഞാനിതാ നിനക്ക് നൽകുന്നു. നീ അന്ന് പറഞ്ഞത് ഓർമ്മിക്കുന്നുണ്ടോ? രാജാവ് അല്ലാത്തവൻ രാജാവിൻ്റെ സുഹൃത്താകുന്നത് എങ്ങനെയാണെന്ന്. അതുകൊണ്ട് പകുതി രാജ്യമെടുത്ത് ഞാനും രാജാവായി ഇരിക്കുന്നു. ഈ ഗംഗാനദിയുടെ തെക്കു ഭാഗത്തെ രാജാവ് നീ ആയിക്കോളൂ. വടക്കു ഭാഗത്തെ രാജ്യഭാര്യം ഞാൻ നടത്താം. ഇനി നിനക്ക് എൻ്റെ
മിത്രമായി കരുതാമല്ലോ എന്ന് ആര് ചോദിക്കുന്നു? ദ്രോണാചാര്യർ ദ്രുപദനോട് ചോദിക്കുന്നു. ദ്രുപദൻ മറുപടി പറയുന്നു, ബ്രാഹ്മണ ശ്രേഷ്ഠ, അങ്ങയെപ്പോലുള്ള പരാക്രമിയും ഉദാരഹൃദയനുമായ മഹാത്മാക്കൾക്ക് ഇതെല്ലാം കഴിയും. എനിക്ക് അങ്ങയോട് ബഹുമാനവും സ്നേഹവുമുണ്ട്. ആ സ്നേഹം അനന്തകാലം നിലനിൽക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. തുടർന്ന് ദ്രോണാചാര്യർ ദ്രുപദനെ എന്തു ചെയ്യുന്നു? ബന്ധനത്തിൽ നിന്നും മോചിപ്പിക്കുന്നു. സന്തോഷപൂർവ്വം അത് സ്വീകരിച്ച് പകുതി രാജ്യവും കൊടുത്ത് ദ്രുപദൻ എന്ത് ചെയ്യുന്നു? തിരിച്ച് പോകുന്നു. നമുക്കിതിൽ നിന്നും എന്താണ് മനസ്സിലാകുന്നത്? ഗുരുദക്ഷിണ ഒരു ഗുരുവിനോടുള്ള ആനുകൂല്യമല്ല, പിന്നീട് അതെന്താണ്? അവകാശമാണ്, അല്ലേ? ഗുരുവിൻ്റെ അവകാശമാണ് ഗുരുദക്ഷിണ സ്വീകരിക്കുക എന്നുള്ളത്. ദ്രോണാചാര്യര് ബാല്യകാല സൗഹൃദം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ദ്രുപദൻ്റെ മുമ്പിൽ ചെന്നപ്പോൾ ദ്രുപദൻ എന്ത് ചെയ്യുന്നു? ആട്ടി ഇറക്കി വിട്ടു. അതായത് ചെറുപ്രായത്തിൽ ആ സൗഹൃദം ഉണ്ടായിരുന്നു, പക്ഷെ രാജാവായി കഴിഞ്ഞപ്പോൾ എന്തു ചെയ്യുന്നു? സൗഹൃദങ്ങളൊക്കെ മറന്ന് അഹങ്കരിക്കുന്നു. ആ അഹങ്കാരത്തിന് ഒരു വീഴ്ചയുണ്ടാകും. ആരാണോ അഹങ്കരിക്കുന്നത്, തൻ്റെ പദവിയിൽ അല്ലെങ്കിൽ തൻ്റെ ധനത്തിൽ, തൻ്റെ സമ്പത്തിൽ ആരാണോ അഹങ്കരിക്കുന്നത് അവർക്ക് തീർച്ചയായിട്ടും ഒരു പതനമുണ്ടാകുമെന്നാണ് ഇവിടെ ഈ കഥയിലൂടെ വ്യാസഭഗവാൻ നമ്മളോട് പറഞ്ഞു തരുന്നത്. അതായത് ദ്രോണാചാര്യർക്കൊന്നുമില്ലായിരുന്നു ആ സമയത്ത്, ദ്രോണാചാര്യർ ദരിദ്രനായിരുന്നു. പക്ഷേ ദ്രോണാചാര്യരുടെ മനസ്സിലുള്ള ആ ദൃഢനിശ്ചയം, ഞാൻ ഇതിനൊരു പകരം ചോദിച്ചിരിക്കും എന്ന് വിചാരിച്ചുള്ള ആ ദൃഢനിശ്ചയത്തിലൂടെയുള്ള തൻ്റെ പ്രവൃത്തി ദ്രോണാചാര്യർക്ക് എന്ത് സംഭവിപ്പിച്ചു? വിജയം സമ്മാനിച്ചു. പക്ഷെ അവസാനവും ദ്രോണാചാര്യരാണ് അവിടെ ജയിക്കുന്നത്. പിടിച്ചുകൊണ്ട് വന്ന ദ്രുപദനെ കൊല്ലാനോ ഒന്നും ദ്രോണാചാര്യർ തയ്യാറാകുന്നില്ല. പക്ഷെ ആ സൗഹൃദം നിലനിന്ന് കാണണമെന്നാണ് അവിടെ ആഗ്രഹിച്ചത്. ക്ഷമിക്കാനാണ് എന്ത് ചെയ്യുന്നത്? ദ്രോണാചാര്യർ നമ്മളെ പഠിപ്പിക്കുന്നത്. അതാണ് നമ്മൾ ഇതിനകത്തുനിന്നും മനസ്സിലാക്കേണ്ടത്. ഇവിടെ ദ്രോണാചാര്യർക്ക് ദ്രുപദൻ്റെ മുമ്പിൽ അപമാനം സംഭവിച്ചപ്പോൾ ദ്രോണാചാര്യർ എന്ത് ചെയ്യുന്നു? മധുരമായി അതിന് പ്രതികാരം ചെയ്തു. അതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ചു. ആ ഒരു ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്? കൗരവരെയും പാണ്ഡവരെയും പഠിപ്പിച്ചത്. അപ്പോൾ ആ ലക്ഷ്യം അദ്ദേഹം നിറവേറ്റി കഴിഞ്ഞപ്പോൾ അവിടെ ഹിംസയല്ല അദ്ദേഹം ചെയ്തത്. അവിടെയും അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഒരു നന്മയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഇങ്ങനെ ആയിരിക്കണം നമ്മൾ ഓരോരുത്തരും. എവിടെ നിന്നെങ്കിലും നമുക്കൊരു അപമാനമുണ്ടായാൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പ്രവൃത്തി കൊണ്ട് അതിനൊരു തിരിച്ചടി കൊടുക്കണം. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? മധുരമായി വേണം പ്രതികാരം ചെയ്യാൻ. അല്ലാതെ അവിടെ അടിക്ക് അടി എന്ന നിലയിലാവരുത്. മധുരമായി നമ്മൾ എന്ത് ചെയ്യുക? പ്രതികാരം ചെയ്യുക. നമ്മളെ ആരെങ്കിലും നമ്മൾ കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് നമ്മളെ ആക്ഷേപിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ മറ്റെന്തെങ്കിലും പറഞ്ഞ് ആക്ഷേപിക്കുകയാണെങ്കിൽ നമ്മൾ നല്ലതാണ് എന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കാനാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. ഇതാണ് മഹാഭാരതത്തിൽ വ്യാസഭഗവാൻ ഈ കഥയിലൂടെ നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. എല്ലാവർക്കും ഈ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആരും അതുകൊണ്ട് തന്നെ ആരെങ്കിലും നമ്മളെ എന്തെങ്കിലും പറഞ്ഞ് വിഷമിപ്പിച്ചാൽ തളർന്നു പോകരുത്. അവരെ കൊണ്ട് തിരിച്ചു പറയിക്കാനുള്ള ശേഷി നമ്മൾ ഓരോരുത്തരും വീണ്ടെടുക്കുകയാണ് വേണ്ടത്. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഭഗവാൻ തരട്ടെ. ഹരേ കൃഷ്ണ.